ഈ പോത്തേട്ടനൊക്കെ ഞാൻ ചില സീക്വൻസ് നിങ്ങൾക്ക് അറിയില്ല, അപ്പൊ അതൊക്കെ പുള്ളി ഞങ്ങൾ അവരിൽ നിന്ന് ഭയങ്കര തമാശയും ചിരിയും കളിയൊക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവർ എണീറ്റ് പോകുമ്പോൾ ഇവർ വേറെ ആളുടെ പോകുന്നത്. അപ്പൊ ഞാനിവിടെ എനിക്ക് വലിയ ആ സമയത്ത് എനിക്ക് വലിയ ആക്ടിംഗ് ഒന്നുമില്ല ആ സീക്വൻസ് ഒന്നും. ഞാൻ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കും. ഇവരവിടെ പോയിട്ട് വന്ന അഭിനയം പോയിട്ട് ഇവർ നമുക്കൊന്നും വിട്ടു തരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഇവർ അവരുടെ ക്യാരക്ടറിന് പുറത്ത് പോകാതെ എപ്പോഴും നോക്കാറുണ്ട്. ഇപ്പോൾ പോത്തനാണെങ്കിലും ഷാജനാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ക്യാരക്ടറിന്റെ ആ ഒരു ബാലൻസിന് പുറത്ത് പോകാതെ സംസാരിക്കുന്നത്. ഒരുപാട് തമാശ പോകുന്നത് അങ്ങനെയല്ല, ക്യാരക്ടർ നിന്നുകൊണ്ട് തന്നെ എപ്പോഴും അവർ പിടിച്ചു നിൽക്കും. പിന്നെ ഇവര് സിനിമയെക്കുറിച്ച് എപ്പോഴും അവെയറാണ്, അതായത് എല്ലാ കാര്യങ്ങളെ കുറിച്ച്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും എനിക്ക് പോത്തേട്ടൻ പല സജഷൻസ് തരും, ശരത്തും തരും. പോത്തേട്ടൻ ചെറിയ ചെറിയ ട്രിക്സ് നമുക്ക് തരും. അതൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം പുള്ളി ഡയറക്ടറാണ്, പുള്ളിക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പുള്ളി ഒരു ആക്ടർ രണ്ടുമാണ്. അപ്പൊ നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവർ പറയും. ചെയ്യുമ്പോൾ കൊള്ളായിരുന്നു പറയുന്നത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആസ് എൻ ആക്ടർ ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൊരു സിനിമ കഴിയുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറും നമ്മളെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ്, ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് പോകുന്നത്. ഇപ്പൊ കോ ആക്ടേഴ്സും കൂടെ നമുക്ക് ഇൻപുട്സ് തരുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ശരിക്കും എൻ്റെ ഒരു ഭാഗ്യമായി കാണുന്നത് ഞാൻ. ഷാജൻ ചേട്ടാ, ചേട്ടാ മൈ ബോസ് എന്നുള്ള ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതിനുശേഷം ദൃശ്യം എന്നുള്ള സിനിമയും ചേട്ടന് ജിത്തു ജോസഫ് സാർ തരുന്നു. ചേട്ടൻ ഒരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു. പക്ഷെ പിന്നെയും ഇപ്പോ റൊമാൻസ്, ഔസേപ്പിന്റെ ഇതുപോലുള്ള സിനിമകളുടെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിലോട്ട് ഷാജൻ ചേട്ടൻ വരികയാണ്. അപ്പൊ കരിയറിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്നത്. അങ്ങനെ വേണമല്ലോ. നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരേപോലെ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാ സിനിമകളും നമ്മൾ എഴുതി, നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതല്ലല്ലോ. ഇത് ഓരോരോ ഡയറക്ടേഴ്സും ഓരോരോ റൈറ്റേഴ്സും അവർ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിലേക്ക് അവർ നമ്മളെ ചൂസ് ചെയ്യണം, അല്ലേ? എനിക്കിപ്പം ഇവിടെ ഹിറ്റാവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ എല്ലാ സിനിമയ്ക്കും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം അതെല്ലാ സിനിമകളും ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല. അപ്പം വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും, വിജയിക്കുമ്പോൾ അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നല്ല ഡയറക്ടേഴ്സിൻ്റെയും നല്ല റൈറ്റേഴ്സിൻ്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം, അല്ലേ? അപ്പോൾ അതൊന്നും ഒരു ആക്ടറുടെ മാത്രം കാര്യമല്ല. ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ആക്ടറുടെ മാത്രം കയ്യിരിപ്പോണ്ട് വരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമല്ല. അത് നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നല്ല സിനിമകൾ വരും, അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതും നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ്. ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ അപ്പോൾ വരും. അങ്ങനെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ്, അത്രേ ഉള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള ജിത്തു ജോസഫ് സാറിന് ഷാജൻ ചേട്ടന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഈ ഇഷ്ടത്തിന് കാരണം? അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാനും അതിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കണം. ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത്, ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നതോ അദ്ദേഹത്തെ പോയി കാണുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അത് എനിക്കിപ്പോഴല്ല, പണ്ട് മുതൽ അറിയാവുന്ന. മൈബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മറന്നുപോകും. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ചേക്കണം, എന്നാലും വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൈബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് വിളിച്ചപ്പം ജിത്തു തന്നെ എന്നോട് പറഞ്ഞു, ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്നൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണിനെ വിളിച്ചിരിക്കും. അത് ഷാജോൻ എന്നെ വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിൽ ശരി. അപ്പം നമുക്ക് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഷാജോണിന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിന്റെ പുറത്തല്ല വരുന്നത്. ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ, അല്ലെങ്കിൽ പോത്തിനെ എഴുതിക്കൊണ്ട് പറയല്ല, പോത്തിനെ പോലെ ഞാൻ പോത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു അവസരം ചോദിച്ചു, പോത്തന്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നെങ്കിലും എൻ്റെ ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനെ കാണുമ്പോൾ സുഖമാണോ, എന്നാണ് വിശേഷം എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ, ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല.
അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം. ഇവരെ പോലുള്ള പോത്തിനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ച് ഇപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ.